ഈ വീഡിയോയിൽ ഒരു ഓട്ടോക്യാഡ് ഉപയോഗിച്ചിട്ട് ഒരു ചെറിയൊരു പ്ലാൻ എങ്ങനെ വരയ്ക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. 2-3 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓട്ടോക്യാഡ് തുടങ്ങുന്നു. അതിന് ശേഷം അതിൽ യൂണിറ്റ് സെറ്റ് ചെയ്യാം. UN എന്ന് കമാൻഡ് അടിച്ചു കഴിഞ്ഞാൽ യൂണിറ്റിൻ്റെ ഡയലോഗ് ബോക്സ് വരും. അതിൽ നമുക്ക് യൂണിറ്റുകളെല്ലാം നോക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഞാനിവിടെ സെൻറ്റിമീറ്റർ സെറ്റ് ചെയ്യാണ്. പക്ഷേ ഇതിൽ ഒരു ഡ്രോയിങ്ങിലേക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു യൂണിറ്റ് മാറ്റുന്നതിൽ അർത്ഥമുള്ളൂ. ഓക്കെ, ഇനി നമ്മളുടെ വരയ്ക്കാനുള്ള ആ ഒരു ഇമേജിനെ ഇതിലേക്ക് കൊണ്ടുവരണം, ഓട്ടോക്യാഡിലേക്ക് നോക്കി വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിൽ അറ്റാച്ച് എടുക്കുക. അറ്റാച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ താഴെ പോയിട്ട് ഇമേജ് ടൈപ്സ് ആക്കി മാറ്റുക. അതിന് ശേഷം നമ്മുടെ എവിടെയാണോ ആ ഒരു ഫയൽ സൂക്ഷിച്ചിട്ടുള്ളത് ആ ഒരു ഫോൾഡർ പോയിട്ട് അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇവിടെ ഇൻസേർട്ട് ചെയ്യാനുള്ള ഡയലോഗ് ബോക്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ ഇൻസെർഷൻ പോയിൻ്റ് എന്നുള്ളിടത്ത് അവിടുത്തെ ടിക്ക് ഒഴിവാക്കുക. അപ്പോൾ 000 കൃത്യമായിട്ട് വരും. അതുമാതിരി തന്നെ സ്കെയിലുണ്ട്. സ്കെയിലും എന്ത് ചെയ്യുക, ടിക്ക് ഒഴിവാക്കിയിട്ട് സ്കെയിൽ 1:1 ആക്കുക. 1 സ്കെയിലായതുകൊണ്ട് അത് ചെറുതായിരിക്കും. നമ്മൾ സൂം എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വലുതായിട്ട് കാണാൻ പറ്റും. ഇനി അതിനെ സ്കെയിൽ ചെയ്യണം. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആ ഇമേജിൻ്റെ ആ ഒരു സൈഡത്തെ നീളം അളന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൽ പോയിൻ്റ് സംതിങ് ആണ് അതിൽ വാല്യൂ കാണിക്കണം, ചെറിയൊരു വാല്യൂ. അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് വലുതാക്കണം. അപ്പോൾ ശരിക്കും ആ 0.17 എങ്ങനെ ഉള്ള ആ വാല്യൂവിനെ എന്ത് ചെയ്യണം, നമുക്ക് 300 ആക്കി മാറ്റണം. നമ്മൾ സ്കെയിൽ കമാൻഡ് എടുത്തു, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു. അതിന് ശേഷം റെഫറൻസ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ആദ്യം ഉള്ള വാല്യൂവും പിന്നീട് നമുക്ക് വേണ്ട വാല്യൂവും അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, ഒരു അളവിലേക്ക് സ്കെയിൽ ചെയ്യും. അത് കൃത്യമായിരിക്കില്ല, ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. വേണമെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഒന്ന് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് കുറച്ച് വലുതായി ചെറിയ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ വെർട്ടിക്കൽ അളന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെർട്ടിക്കലിലും ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് നോക്കി വരയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈൻ കമാൻഡ് ഉപയോഗിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് തുടങ്ങാം നമുക്ക്. അതിന് ശേഷം പിന്നെ F8 അടിച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലായി എത്രയാണ് മൊത്തം എന്നുള്ളത് നോക്കുക. അപ്പോൾ 300, 600 പിന്നെ എക്സ്ട്രാ കൊടുത്തിട്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരളവിൽ ഒരു ലൈൻ വരയ്ക്കുക. മൊത്തം ആ പ്ലാൻ്റെ വീതിക്കനുസരിച്ച് ഒരു വാല്യൂ. അതിനുശേഷം വീണ്ടും ഒരു വെർട്ടിക്കൽ ലൈൻ ലെഫ്റ്റ് സൈഡിൽ തുടങ്ങുകയാണ്. അതിൻ്റെ എൻഡ് പോയിൻറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് വയ്ക്കുക. അതിനും എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു വാല്യൂ ടോട്ടൽ കൂട്ടി നോക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് 2 ലൈനുമായി, ഹൊറിസോണ്ടലും വെർട്ടിക്കലും. ഇനി അവിടെ നിന്ന് വോള് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓഫ്സെറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓഫ്സെറ്റ് അടിക്കുന്നു, നമ്മുടെ 20 വോൾട്ട് തിക്നെസ് അടിക്കുന്നു, ഓഫ്സെറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വോളിലേക്ക്, ഇപ്പോൾ ലെഫ്റ്റത്തെ വോളിൽ നിന്ന് അടുത്ത വോളിലേക്കുള്ള ഡിസ്റ്റൻസ് നോക്കുന്നു, അത് ഓഫ്സെറ്റ് അടിക്കുന്നു വീണ്ടും. അപ്പോൾ ഓരോ തവണ വാല്യൂ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓഫ്സെറ്റിൽ നിന്ന് പുറത്ത് വരണം. അതൊന്നെങ്കിൽ എസ്കേപ്പ് അടിച്ചിട്ട് രണ്ടാമത് വന്നിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റ് അടിച്ചു, വാല്യൂ അടിച്ചു, അതിനുശേഷം ഓബ്ജക്റ്റിന് ഓഫ്സെറ്റ് ചെയ്തു, വീണ്ടും ഡിസ്റ്റൻസ് മാറ്റാനാണെങ്കിൽ ഒരു എൻ്റർ അടിക്കുക. ഒരു എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ ആ കമാൻഡിൽ നിന്ന് പുറത്ത് വരും. വീണ്ടും ഒരു എൻ്ററും കൂടി അടിക്കുമ്പോൾ നമുക്ക് വീണ്ടും ഓഫ്സെറ്റിൻ്റെ ആ ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മുഴുവൻ ലൈനുകളും ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ലൈനുകൾ നമുക്ക് ഓഫ്സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇതിലൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലൈനും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ഏതാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്, ട്രിം ചെയ്ത് കളയേണ്ടത് എന്നുള്ളതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ തുടക്കത്തിലാകുമ്പോൾ ഓരോ ലൈനുകളായിട്ട് നമ്മൾ ഒഴിവാക്കുക, വേണ്ടാത്ത ഒഴിവാക്കി പോകണതാണ് നല്ലത്. അപ്പോൾ ഒഴിവാക്കാനായിട്ട് നമ്മൾ ട്രിം കമാൻഡാണ് ഉപയോഗിക്കുക. TR എന്നടിക്കുമ്പോൾ തന്നെ ആ കമാൻഡ് വരും. TR അടിച്ചിട്ട് 2 എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട, ഏതൊക്കെയാണോ ട്രിം ചെയ്യേണ്ടത് അതെന്ത് ചെയ്യാം, അങ്ങനെ ട്രിം ചെയ്ത് പോകാം. ഇനി പ്ലാനിലുള്ള മാതിരി നമ്മൾ ഈ ഒരു ബാക്കി എല്ലാ വോളുകളും വരയ്ക്കുകയാണ്. ഇനി ആ മുകളിലെ ടോയ്ലറ്റിൻ്റെ ഭാഗമാണ്
വരയ്ക്കാനുള്ളത്. അതിൻ്റെ ഇടയിൽ ഈ ചെറിയ ചെറിയ ലൈൻസ് കിടക്കുന്നത് സിംഗിൾ ലൈനുകളൊക്കെ സാധാരണ വെറുതെ സെലക്ട് ചെയ്യുകയും ഡിലീറ്റ് ബട്ടൺ കീബോർഡിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ അവിടുത്തെ ബാക്കിൽ ടോയ്ലറ്റ് ചെയ്യാണ്, അതും ഇതുമായി തന്നെ ഓഫ്സെറ്റ് ചെയ്യുക. ഇത്തരം കേസുകളിലൊക്കെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് അപ്പോഴപ്പോഴേ ട്രിം ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും അവസാനം. ഓഫ്സെറ്റ് ചെയ്യുക, വേറെ ഒന്നുമില്ല. അതിലിപ്പോൾ ഒരു സാധാരണ ഒരു പ്ലാൻ വരയ്ക്കാൻ ഓഫ്സെറ്റ്, ട്രിം ഈ 2 കമാൻഡ് കൊണ്ട് തന്നെ നമുക്ക് വരയ്ക്കാൻ പറ്റും. സോ ചുമരുകൾ വേണ്ടിയിട്ടുള്ള ലൈനുകളെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, വേണ്ടാത്ത ലൈനുകളെല്ലാം കളഞ്ഞു. സോ പ്ലാൻ ആയിട്ടുണ്ട്. നമ്മളത് സേവ് ചെയ്യാണ്. ശരിക്കും നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഫയൽ ന്യൂ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴന്നെ സേവ് ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റ് Ctrl+S അടിച്ചു കഴിഞ്ഞാൽ സേവ് വരും. ആ ഡയലോഗ് ബോക്സ് എന്ത് ചെയ്യാം, നമുക്ക് എവിടെ വെച്ചാൽ സേവ് ചെയ്യാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് Ctrl+S ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഡോറ് വരയ്ക്കാൻ പോവാണ്. ഡോറ് വരയ്ക്കാനുള്ള സൈസ് നമ്മൾ നോക്കുന്നുണ്ട്. ഡോറിനും ജസ്റ്റ് ഓഫ്സെറ്റും ട്രിമ്മും മതി. അതിന് പിന്നെ അവിടെ വരാന്തയുടെ ഭാഗത്ത് നമുക്ക് സത്യത്തിൽ 2 വോളില്ല, ഒരു പില്ലർ മാത്രമേ ഉള്ളൂ. സോ ആ ഭാഗം ബാക്കി 2 ലൈനും നമ്മൾ ട്രിം ചെയ്ത് കളഞ്ഞു. വീണ്ടും ഓഫ്സെറ്റ് അടിക്കുന്നു. എത്രയാണോ ഡോറിൻ്റെ ഓപ്പണിങ്, ആ ഡോറിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ഡിസ്റ്റൻസ് ഓഫ്സെറ്റ് ചെയ്യുന്നു. അതിന് ശേഷം വേണ്ടാത്ത ഭാഗങ്ങൾ ട്രിം ചെയ്ത് കളയും. അപ്പോൾ അവിടെ സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിം ചെയ്തപ്പോൾ തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ അവിടെ തന്നെ Ctrl+Z അടിച്ചു കഴിഞ്ഞാൽ ആ ഭാഗം കൊണ്ട് അൺഡു ചെയ്ത് വന്നോളും. ഓക്കെ, ഇനി ബെഡ്റൂമിനുണ്ട്, അതുമാതിരി തന്നെ കിച്ചണ് ഒക്കെ നമ്മളിതേ മെത്തേഡ് ഓഫ്സെറ്റ് ചെയ്യുക, ട്രിം ചെയ്യുക, അത്രേ ചെയ്യാവുള്ളൂ. നമുക്കത് ഓപ്പണിങ് എല്ലാം നമുക്കങ്ങനെ ട്രിം ചെയ്ത് ഡോർ ഓപ്പണിങ്സ് എല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഇനി അവിടെ ഡോറിനെ കാണിക്കുന്ന എന്തെങ്കിലും ചിഹ്നങ്ങൾ വരയ്ക്കണമെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ വരച്ച് ചേർക്കേണ്ടതാണ്. ഇനി ടോയ്ലറ്റിൻ്റെ ഡോറുണ്ട്, അതുമാതിരി പുറത്തേക്ക് പോകുന്ന ഡോറുണ്ട്. ഇത്രയെല്ലാം കൂടി അതിൽ ട്രിം ചെയ്ത് അപ്പോൾ ഡോറിൻ്റെ സൈസ് എങ്ങനെയാണോ അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക, ആ ഭാഗം വൃത്തിയായി. വേണ്ടാത്ത ഭാഗങ്ങളും ലൈനുകളും എല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാണ്. ഇനി ഇതിൽ വരയ്ക്കാനുള്ളത് വിൻഡോ ആണ്. വിൻഡോ വരയ്ക്കുന്നത് നമുക്ക് ശരിക്കും ലൈന് ഒരു മിഡ്ന്ന്, ഇപ്പോൾ ഒരു വിൻഡോയുടെ വീതി 120 ആണെന്ന് വയ്ക്കുക. അപ്പോൾ W1 120. 120 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ലൈന് നമുക്ക് എന്ത് ചെയ്യാം, ഈ മിഡിൽ നിന്നും, ഇവിടെ മിഡ് ഓസ്നാപ്പ് വരുന്നുണ്ട്, മിഡിൽ നിന്നും ഒരു ലൈൻ വരയ്ക്കുക. ആ മിഡിൽ നിന്ന് എന്ത് ചെയ്യാം, മൊത്തം 120 ആണല്ലോ. സോ നമുക്ക് 60 സൈഡിലേക്കും ഒരു സൈഡിലേക്ക് 60 വരച്ചിട്ട് നടുവത്തെ കളയാം. എന്നിട്ട് ഒരു ലൈൻ ഈ മിഡ് മുതൽ ആ മിഡ് വരെ വരച്ച് വെച്ചാൽ വിൻഡോ ആയി. പക്ഷെ നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെപ്പോഴെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തുക എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓരോന്നിലും നടന്ന് മാറ്റേണ്ടി വരും. എന്ന് മാത്രമല്ല, കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ട്രിം ചെയ്ത്, ഇപ്പോൾ കാണിച്ച മാതിരി ഡോർ ഉണ്ടാക്കിയ മാതിരി തന്നെ ട്രിം ചെയ്ത് കാണിക്കും. അതിൻ്റെ ഗുണം എന്താണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ തുടർന്ന് കാണാൻ പറ്റും. പിന്നെ ബാക്കി ഭാഗങ്ങൾ ഇപ്പോൾ ചെയ്ത കമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലറ്റാണ് ചെയ്തത്. അപ്പോൾ ഫില്ലറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രിമ്മും ചെയ്യേണ്ട ആവശ്യമില്ല. ഫില്ലറ്റ് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫില്ലറ്റ് കമാൻഡ് ഉപയോഗിക്കുക. നമുക്ക് വേണ്ട 2 ഭാഗങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എക്സ്റ്റെൻഡായി നിൽക്കുന്നത് എക്സ്റ്റൻഷൻ കുറയുകയും ഇനി നീണ്ടു വരികയാണ് വേണ്ടെങ്കിൽ അത് രണ്ടും ഓട്ടോമാറ്റിക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഫില്ലറ്റ് കമാൻഡ്. സോ ഇവിടെ എല്ലാം ഞാൻ വിൻഡോസിന് വേണ്ടിയിട്ടുള്ള ഓപ്പണിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അവിടെയും ഫില്ലറ്റാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ പണി കഴിഞ്ഞു. അതെല്ലാം എപ്പോഴും ഫില്ലറ്റ് ചെയ്യാൻ പറ്റില്ല, കോർണറുകളെ പറ്റുള്ളൂ. ഇത് ഞാൻ കോപ്പി ചെയ്ത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. എളുപ്പത്തിന് ഉള്ള പണി ചെയ്തതാണ്. രണ്ടാമത്തെ ഓഫ്സെറ്റും ഇതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി 2 വിൻഡോസ് ഇവിടെ ഉണ്ട്. അവിടെ ഒന്ന് ഫില്ലറ്റ് ചെയ്തു. പക്ഷേ മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ഫില്ലറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളവിടെ ട്രിം ചെയ്യണം. ഓക്കെ, ഇനിയിപ്പോൾ ഒരു വിൻഡോ
ആ ഒരു എൻഡ് പോയിൻറ്റിൻ്റെയും മിഡ് പോയിൻറ്റിൻ്റെയും ഇടയിൽ ആയിട്ടൊരു വിൻഡോയും വീണ്ടും ആ മിഡ് മുതൽ മറ്റേ എൻഡ് വരെയുള്ളതിൻ്റെ ഇടയിൽ അടുത്ത വിൻഡോയും സെൻറ്ററായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വഴികളുണ്ട്. ഒന്നുകിൽ പുറത്തുണ്ടാക്കിയിട്ട് വെക്കാം, അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈൻ കമാൻഡ് ഉപയോഗിക്കാം. ലൈൻ കമാൻഡ് ഉപയോഗിക്കുമ്പോൾ ലൈൻ തുടങ്ങേണ്ടത് ഈ എൻഡിൻ്റെയും ആ മിഡിൻ്റെയും നടുവിലായിട്ടാണ്. അപ്പോൾ ലൈൻ കമാൻഡ് തുടങ്ങിയ ശേഷം എന്ത് ചെയ്യാം, നമ്മൾ സ്റ്റാർട്ട് പോയിൻ്റ് ചോദിക്കുന്നതിന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യാതെ ഷിഫ്റ്റ് റൈറ്റ് ബട്ടൺ അടിക്കുക. ഷിഫ്റ്റ് റൈറ്റ് ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ ഒരു മെനു വരും. അതിൽ മിഡ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് എടുക്കുക. അതെടുത്ത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് താഴെയും രണ്ടാമത് ആ മിഡിലും കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള മിഡിൽ അത് തുടങ്ങുന്നത് കാണാം. ഓക്കെ, വീണ്ടും ആദ്യം ചെയ്ത മാതിരി തന്നെ ഇത് അങ്ങോട്ടും താഴോട്ട് ഓഫ് സെറ്റ് ചെയ്തു, പകുതി ഡിലീറ്റ് ചെയ്തു, ട്രിം ചെയ്തു. പക്ഷേ ഈ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മിറർ ആണ് അപ്പുറത്ത് വേണ്ടത്. അപ്പോൾ അത് ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മിഡ് കറക്റ്റ് കിട്ടില്ല. അതുകൊണ്ട് ട്രിം എന്നുള്ളത് അൺഡു ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം, മിറർ കമാൻഡ് ഉപയോഗിക്കണം. മിറർ കമാൻഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ലൈനിന് സെലക്ട് ചെയ്തു എൻ്റർ ചെയ്തിട്ട് ആദ്യത്തെ മിഡിൽ പോയി ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെമ്പററി റൈറ്റ് സൈഡിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അത് മിറർ ചെയ്ത് വരും. മിറർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും എന്ത് ചെയ്യാം, ട്രിം ചെയ്യാം. ഓക്കെ, ഇതെല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഒരു തവണ നമ്മൾ ചെയ്തു ശരിയായില്ലെങ്കിൽ വീണ്ടും അത് ട്രൈ ചെയ്യുക. അങ്ങനെ അത് പഠിക്കാൻ പറ്റുള്ളൂ. ഇനി വെൻറ്റിലേറ്റർ ഉണ്ട്. വെൻറ്റിലേറ്റർ വിൻഡോ പറഞ്ഞ മാതിരി തന്നെ ചെയ്യുകയാണ്. അവിടെ ആ വോളെല്ലാം ട്രിം ചെയ്ത് ക്ലീൻ ചെയ്യുന്നുണ്ട്. ഫില്ലറ്റ്, ട്രിം, ഓരോ സമയങ്ങളിൽ ആവശ്യമായ കമാൻഡുകൾ ഉപയോഗിച്ച് നമ്മൾ ചിന്തിച്ച് നമ്മളത് കമാൻഡുകൾ ഉപയോഗിക്കുക ചെയ്യുക. ഇനി ഫില്ലറ്റ് ഉപയോഗിച്ചതിന് വേറെ ട്രിം ഉപയോഗിച്ചുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വീണ്ടും നമ്മളിവിടെ വിൻഡോ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ വെൻറ്റിലേറ്ററാണ്. വെൻറ്റിലേറ്റർ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയാണ് ആ വെൻറ്റിലേറ്റർ അവിടെ വെക്കുന്നത്. ഇപ്പോൾ എല്ലാം ഡോർ മാതിരി ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് മാറ്റുന്ന കാര്യങ്ങളും അതെങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ വയ്ക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഓപ്പണിംഗ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഡോർ എന്നുള്ളിടത്ത് നമ്മളൊന്നും കൊടുക്കില്ല. പക്ഷേ വിൻഡോ ഉള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ഓരോ വിൻഡോയെ കൊണ്ടു വയ്ക്കും. അപ്പോൾ ആ വിൻഡോ പുറത്ത് വേറെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുവയ്ക്കുകയാണ്. ഇതിപ്പോൾ ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വോർഡിൻ്റെ നിന്ന് മാറ്റിയിട്ട് അതിനൊരു സെപ്പറേറ്റ് ലൈനാക്കിയിട്ട് മാറ്റിയതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യങ്ങൾ പിന്നീട് വരുമ്പോൾ അടുത്ത വീഡിയോകളിൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പ്ലാന് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് സേവ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കാണാവുന്നതാണ്.